അത്ഭുതമൊന്നും വേണ്ട. മല കയറി എനിക്ക് അയ്യപ്പസ്വാമി ദർശനം മാത്രമല്ല, എന്റെ ബാക്കി തളർച്ച കൂടി ഭഗവാനങ്ങെടുത്തു. ഇപ്പൊ എനിക്ക് എല്ലാരെയും പോലെ നടക്കാം. നേരിയ വൈകല്യം പോലും ഇല്ല. നടക്കാവുന്നത് മാത്രമല്ല, കാലിന് ശരിക്കും സ്വാധീനം കിട്ടിയ ശേഷം ഞങ്ങളെക്കാളും സ്പീഡിലാ സാറ് മല കയറിയത്. ഇറങ്ങിയതും അങ്ങനെയൊക്കെ തന്നെയാ. 10-20 കൊല്ലം നടക്കാൻ കഴിയാത്തതിന്റെ കടം തീർത്തു പറയാം. ഞാനും ഇവളും തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഇവക്ക് 2 വയസ്സുള്ളപ്പോഴാ എനിക്ക് ആ വലിയ അപകടം ഉണ്ടാവുന്നത്. ശരിക്കും പറഞ്ഞ ഓർമ്മയായതിൽ പിന്നെ ഇവളെന്നെ കാണുന്നത് വീൽ ചെയറില. എന്നുവെച്ചാ നന്നായി ഓടിച്ചാടി നടക്കുന്ന കണ്ണേട്ടനെ ഇവള് കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. എന്നാ ഇനി കണ്ടോ, നിന്റെ ഏട്ടന് ഇനി എല്ലാരെയും പോലെ നടക്കാം. സ്വാമിയുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ ദിവസങ്ങളാ കടന്നുപോയത്. ഇവിടെ ഒരാളുടെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ സാറേ. കുറെ നേരമായിട്ടെ ഏട്ടത്തി കണ്ണേട്ടനെയും കാത്തു നിൽക്കുമായിരുന്നു. ഇപ്പൊ എല്ലാ അർത്ഥത്തിലും കാണേണ്ട ആളെ തന്നെ കണ്ടില്ലേ. എന്നാലിനി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ. കഥകൾ കുറച്ചല്ലേ നീ നിന്റെ ഏട്ടത്തിയൊക്കെ അറിഞ്ഞുള്ളൂ. ഇനി ബാക്കി ഒരുപാട് പറയാനുണ്ട്. നീ വാ. ഞാൻ മല കയറിയപ്പോ വല്ലാത്തൊരാദിയിലായിരുന്നില്ലേ എന്റെ മഹി. ഇപ്പൊ അതൊക്കെ മാറിയില്ലേ? കണ്ടിട്ട് മടങ്ങി വരുമ്പോ ഇത്രയും വലിയൊരു അത്ഭുതം സംഭവിക്കുന്ന ഞാൻ കരുതിയതേയില്ല. തോമസ് സാറിനോട് ഇത് വിളിച്ചു പറഞ്ഞോ? ഇല്ല, ആരെയും വിളിച്ചില്ല. ആദ്യം താൻ എന്നെ ഇങ്ങനെ കാണട്ടെ എന്ന് കരുതി. ഇനി തോമസ് സാറിന്റെ വീട്ടിലേക്ക് പോണം. ആദ്യം അനന്തുവിന്റെ വീട്ടിലേക്ക്. എന്റെ മഹിയെ എനിക്ക് തരാൻ വേണ്ടിയിട്ടാ ദൈവങ്ങൾ എന്നെ വീൽ ചെയറിലാക്കിയതെന്ന് ഇപ്പൊ എനിക്ക് ശരിക്കും ബോധ്യമായി. എനിക്ക് അങ്ങനെ ഒരു വൈകല്യം ഇല്ലായിരുന്നെങ്കിൽ മറ്റേതെങ്കിലും പെൺകുട്ടികള് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നേനെ. പണവും പ്രതാപമുള്ള എന്നെ കൊത്തിക്കൊണ്ടു പോവാൻ നല്ല കുടുംബക്കാരും കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളും മത്സരിച്ചു വന്നേനെ. ചിലപ്പോ കുറുക്കനായ വാമദേവൻ എന്ന എന്റെ അമ്മാവൻ അയാളുടെ മകളെ തന്നെ എന്റെ തല കെട്ടിവെച്ചേനെ. അതൊക്കെ ഒഴിവാക്കി തന്നെ എനിക്ക് തന്ന അയ്യപ്പസ്വാമിയോട് എത്ര നന്ദി പറഞ്ഞാലും അത് അധികം ആവില്ല.